റിനു ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കൊറിയർ സർവീസ് DTDC ആണ്. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ഏതാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റോസാണ്, മിനിയേച്ചർ റോസാണ്. അതിൻ്റെ 3 കളേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നിറഞ്ഞ് കൊലകുത്തി ഫ്ലവർ എന്ന വെറൈറ്റി ആട്ടോ. ഓരോന്നിനും റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് നമുക്ക് സെയിലുള്ളത് ഒരു പുതിയൊരു വെറൈറ്റിയാണ്, ഒരു സക്കുലൻ്റ് വെറൈറ്റി ആട്ടോ. ഇതുപോലെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്, ഫ്ലവർ പോലെ ആട്ടോ ലീഫ് വരുന്നത്. ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് 130 രൂപ. അടുത്ത പ്ലാന്റ് ഒരു സക്കുലൻ്റ് വെറൈറ്റി തന്നെയാണ്. ഇതിൽ ഒരു റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് നമുക്ക് സെയിലുള്ളത് ജിപ്സോഫില എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ബൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാട്ടോ ഇത്. കുറേ നാൾ വാടാതെ അങ്ങനെ ഇരിക്കും. ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ പ്ലാന്റിന് ബേബീസ് ബ്രീത്ത് എന്നൊരു പേര് കൂടിയുണ്ട്. റേറ്റ് വരുന്നത് 150 രൂപ. അടുത്തത് സെയിലിനുള്ളത് ഒരു ബുഷ് പ്ലാന്റ് ആണ്. നിറഞ്ഞ് എല്ലാ ടൈമിലും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഓൾ സീസണൽ പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 65 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് എപ്പിഡെൻഡ്രം ഓർക്കിഡാണ്. അതിൻ്റെ 5 കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കെയറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. റൂട്ടഡായ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപ. അടുത്തത് വരുന്നത് കലാത്തിയ വെറൈറ്റിയാണ്. പീക്കോക്ക് കലാത്തിയാണ്. അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത്. ബുഷായ പ്ലാന്റാണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത പ്ലാന്റ് മില്യൻസ് ഓഫ് ഹാർട്ടാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. ലീഫ് കാണാൻ നല്ല ഭംഗിയാട്ടോ. ജിഫിയിൽ വന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപ. അടുത്ത പ്ലാന്റ് കടമ്പാണ്. നമുക്ക് പോട്ടിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആട്ടോ. ഡാർഫ് വെറൈറ്റിയാണ്. ഇതേ സൈസ് പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 140 രൂപ. അടുത്ത പ്ലാന്റ് പിക്ചർ പ്ലാന്റ് ആണ്. അതിൻ്റെ പിക്ചറിലൊരു വെരിഗേഷൻ വന്നൊരു വെറൈറ്റി ആട്ടോ നമുക്കിപ്പോൾ സെയിലിനുള്ളത്. ഈ ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആണുള്ളത്. അതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 290 രൂപ. അടുത്തത് സെയിലിനുള്ളത് കല്ലല്ലിയാണ്. അതിൻ്റെ 4 വെറൈറ്റീസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് കാണിക്കുന്നത് യെല്ലോ കളറാട്ടോ. നല്ല ഡാർക്ക് യെല്ലോ ആണ്. ഈ പ്ലാന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലവർ വിരിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ലീഫായിട്ട് മാറും. അടുത്തത് നമുക്ക് വരുന്നത് പിങ്കാണ്. ഡാർക്ക് പിങ്ക്. അത് കഴിഞ്ഞ് വരുന്നത് വയലറ്റ് കളറാട്ടോ, ഡാർക്ക് വയലറ്റ്. പിന്നെ നമുക്ക് വരുന്നത് ഓറഞ്ച് കളറ്. ഇങ്ങനെ 4 കളറാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ കിഴങ്ങോട് കൂടിയ റൂട്ടഡായ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപ. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ചെറിയ പോട്ടിലേ പോട്ട് ചെയ്യാവൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് ആണ്. ഓവർ വാട്ടറിങ് ആവശ്യമില്ല കേട്ടോ. പോട്ടി മിക്സ് വെള്ളം വാർന്ന പോട്ടി മിക്സ് ആയിരിക്കണം. മണ്ണും മണലും ചകിരിച്ചോറും ചേർത്ത മിശ്രിതമായിരിക്കുക. പിന്നെ അതുപോലെ അതിൻ്റെ ലീഫ് അങ്ങ് കൊഴിഞ്ഞു പോയാലും
അതിൻ്റെ കിഴങ്ങുന്ന് പുതിയ പ്ലാന്റ് മുളച്ച് വന്നോളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് ബോട്ടിൽ ബ്രഷാണ്. അതിന് ബുഷായിട്ടുള്ള പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത നമുക്ക് സെയിലുള്ളത് നൈറ്റ് ക്യൂൻ ജാസ്മിനാണ്. അതിൻ്റെ ഗ്രീനും വൈറ്റും കലർന്ന കളർ വരുന്ന വെറൈറ്റിയാണത് നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 70 രൂപ. അതുപോലെ അതിൻ്റെ ഓറഞ്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓറഞ്ച് കുറച്ച് റെയറാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത പ്ലാന്റ് ജേഡ് വൈനാണ്. അതിൻ്റെ ബ്ലൂ കളറ്. ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 350 രൂപ. ജേഡ് വൈൻ്റെ റെഡും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഏഞ്ചൽ വിങ് ജാസ്മിൻ്റെ കുറച്ച് തൈകളോട് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. നല്ല മണമുള്ള മുല്ലയാണ് കേട്ടോ ഇത്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 55 രൂപ. അടുത്തത് ബ്ലൂ എക്സോറ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നിറഞ്ഞ് ബ്ലൂ കളറിൽ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതേ ബുഷ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഫിഡിൽ ഫിഗ് ലൊറാറ്റോ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതിന് ജിഫിയിലുള്ള പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് ലില്ലി പില്ലിയാണ്. അതിൻ്റെ ഇതേ സൈസ് കവറിലുള്ള പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ചെറുതിലേ തന്നെ കായ്കളാവുന്നൊരു നല്ലൊരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് പാഷൻ ഫ്ലോറ റെഡാണ്. റെഡ് കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. വലിയ ഫ്ലവർ ആയിരിക്കും കേട്ടോ അതിലുണ്ടാവുക. അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപ. റെഡ് നമുക്ക് കുറച്ച് തൈകളാട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പാഷൻ ഫ്ലോറൻ്റെ ബ്ലൂ കളറിൽ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ തൈകൾ നമുക്കിപ്പം സെയിലിന് റെഡി ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് പാഷൻ ഫ്ലോറ പിങ്കാണ്. അത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് കൊടുവേലിൻ്റെ 3 കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. കൊടുവേലി ബ്ലൂ, വൈറ്റ്, റെഡ് 3 കളറും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നിനും റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് വരുന്നത് ബ്രൊമലിയാഡാണ്. അതിൻ്റെ ഗ്രീനും ഈ വൈറ്റും കലർന്ന വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 100 രൂപ. അടുത്ത സെയിലിനുള്ളത് കലേഡിയാണ്. ജിഫിയിൽ വന്ന കലേഡി അപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറാട്ടോ. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ചൈന ഡോളാണ്. അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു ഫിലാഡർണ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആട്ടോ. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഇത് ജിഫിയിൽ വന്ന പ്ലാന്റാണ് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്തതും സെയിലിനുള്ളത് ഫിലാഡർണ വെറൈറ്റി തന്നെയാണ്. ഫിലാഡർണ സ്ക്വാമിഫ്രം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ. ഇതേപോലെയുള്ള ജിഫിയിലുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത്. അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ്. റേറ്റ് വരുന്നത് 140 രൂപ. അടുത്തത് ഫിലാഡർണ ചോക്ലേറ്റ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കേട്ടോ. ജിഫിയിലുള്ള പ്ലാന്റാണ്.
റേറ്റ് വരുന്നത് 100 രൂപ. അടുത്തത് അലമാണ്ട വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് കളറിൽ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ. അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് കാർഡിനൽ ക്രീപ്പറാണ്. ഐപ്പോമിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്നൊരു അടിപൊളി പ്ലാന്റാണ്. അതിൻ്റെ വലിയ പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പോട്ടിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത്. ഇതേ പ്ലാന്റിന് റേറ്റ് വരുന്നത് 280 രൂപ. അടുത്ത സെയിലിനുള്ളത് സ്റ്റാർ ബസ്റ്റ് ബുഷാണ്. അങ്ങനെ ബുഷായിട്ട് നിറഞ്ഞ് ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപ. അടുത്ത സെയിലിനുള്ളത് ബ്രൊമലിയാഡ് വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് റെഡ് ആട്ടോ. ഇത് റെഡ് കളറാണ്. നമ്മൾ ഇത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കളർ നന്നായിട്ട് കയറി വരിക. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപ. അടുത്ത സെയിലിനുള്ളത് മാണ്ടിവില്ലയാണ്. മാണ്ടിവില്ലിൻ്റെ ബുഷ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. വലിയ പ്ലാന്റ് ആട്ടോ. ഫ്ലവറൊക്കെ ആയ പ്ലാന്റാണ് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 260 രൂപ. അടുത്തത് വരുന്നത് മാണ്ടിവില്ലയാണ്. ഡാർക്ക് പിങ്ക് ബുഷ് പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 260 രൂപ. അടുത്ത പ്ലാന്റ് വരുന്നത് കലാഞ്ചിയോ ആണ്. അതിൻ്റെ ഒരു വെറൈറ്റി ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഡബിൾ കളർ വരുന്ന ഡബിൾ പെറ്റൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു പോട്ടിൽ ബുഷായ 3 പ്ലാന്റ് ആട്ടോ ഉള്ളത്. നല്ല ബുഷായ വലിയ പ്ലാന്റ് തന്നെയാണ്. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത പ്ലാന്റ് പോയിൻസെറ്റിയാണ്. അതിൻ്റെ റെഡ് കളറ് നല്ല ബുഷായ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനുള്ളത്. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 230 രൂപ. അടുത്ത പ്ലാന്റ് ചോക്ലേറ്റ് കളർ ആന്തൂറിയാണ്. മിനിയേച്ചർ ടൈപ്പാണ്. ഒരു തൈക്ക് റേറ്റ് വരുന്നത് 100 രൂപ. അടുത്ത പ്ലാന്റ് ബ്രൊമലിയാഡാണ്. അതിൽ മജന്ത കളർ വരുന്ന വെറൈറ്റിയാണിത്. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ മജന്ത കളർ നന്നായിട്ട് കയറി വരിക. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപ. അടുത്ത സെയിലിനുള്ളത് ഹമ്മിങ് ബേർഡ് പ്ലാന്റ്, അതുപോലെ മിക്കി മൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ്. എപ്പോഴും ഫ്ലവർ വരുന്നൊരു വെറൈറ്റി ആട്ടോ. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപ. അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ സിൽവർ പ്ലേറ്റ് എന്നറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ റൂട്ടഡായ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപ. അടുത്ത സെയിലുള്ളത് ഫ്യൂസിയ പ്ലാന്റ് ആണ്. അതിൻ്റെ 2 വെറൈറ്റി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഫ്യൂസിയ പ്ലാന്റ് മിനിയേച്ചർ ടൈപ്പാണ്. ഇതേ സൈസ് ബുഷ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 140 രൂപ. അടുത്ത പ്ലാന്റ് പാറ്റ് ബീക്ക് പ്ലാന്റ് ആണ്. യെല്ലോ കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആയിരിക്കും കേട്ടോ അതിലുണ്ടാവുക. പോട്ടിലൊക്കെ നന്നായി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു ഗാർഡീനിയ വെറൈറ്റിയാണ്. ബ്രൺഫെൽഷ്യ എന്നൊരു പേരുണ്ട് ഇതിന്. നല്ല ഭംഗിയാണ്, നല്ല സുഗന്ധവും തരുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് വരുമ്പോൾ വൈറ്റ് കളറായിരിക്കും. പിന്നെ അത് യെല്ലോയിലേക്ക് മാറും. പിന്നെ ലാസ്റ്റ് അത് ലൈറ്റ് പർപ്പിൾ കളറിലേക്കാണ് മാറുക. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത് നമുക്ക് സെയിലിനുള്ളത് സാറ്റിൻ പോത്തോസാണ്. അതിന് ജിഫിയുള്ള പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപ. ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ സെയിലിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ റിപ്ലൈ തരുന്നതാണ്. മിക്കവാറും ഈവനിങ് ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ മെസ്സേജ് നോക്കുക. ഓർഡർ അനുസരിച്ച് തന്നെ നമ്മൾ മെസ്സേജ് നോക്കി പോകും. അതുപോലെ നമ്മൾ പ്ലാൻസ് അയച്ചു തരാം. മൺഡേ മുതൽ തന്നെ അയച്ചു തുടങ്ങും. പേയ്മെൻറ്റ് ചെയ്ത് കൺഫേമായ ഓർഡർ അനുസരിച്ച് തന്നെ പ്ലാൻസ് അയച്ചു തരുന്നതാണ്. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.